ഇപ്പം ലേഡീസിന് ഫ്രീ ട്രാവൽ കൊടുക്കുമ്പോൾ ഒരു എക്കണോമിക് കൺസിഡറേഷൻ അതിൽ വെക്കുന്നത് ഇസ് ലോജിക്കൽ. ഓക്കെ, ഒരു സർട്ടൺ എക്കണോമിക് സ്ട്രാറ്റയിൽ മുകളിൽ നിൽക്കുന്ന ലേഡീസിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വാട്ട് ദിസ് ഇസ് എൻകറേജിങ് വുമൻ ടു ഡു. കാരണം ഏത് ലൈക്ക് നമ്മളൊരു ഫാമിലിയിൽ എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ ഹിയർ മെൻ സേയിങ്, ഓ എൻ്റെ ഭാര്യ പുറത്തോട്ട് ഇറങ്ങത്തില്ല, അവൾക്ക് ഇതിനൊന്നും ചെയ്യേണ്ട താല്പര്യമില്ല, അവൾക്ക് പുറത്തോട്ട് പോകാനോ കറങ്ങാനോ ഒന്നും താല്പര്യമില്ല. വൈ? ബിക്കോസ് കാലാകാലങ്ങളായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ ആയിപ്പോയി. അതെ. അവർക്ക് പുറത്തൊരു ലോകം ഉണ്ടെന്നോ അത് കംഫർട്ടബിൾ ആണെന്നോ ട്രാവൽ ചെയ്യണമെന്നോ ഒരു പുഷില്ല. അവർ ആ ഒരു ഇനേർഷ്യയിൽ നിൽക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സ്കീം വരുമ്പോഴേ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങട്ടെ ഒരു മൊമെന്റം. ഈ ആണുങ്ങള് നമ്മുടെ ഈ പറയുന്ന ഫാക്ടറിയിലും അവിടെ ഇവിടെയും പോയി ഇത്രയും കഷ്ടപ്പെടുന്നു എന്നൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണോ? ഇങ്ങനെ ജോലി ചെയ്ത് നശിപ്പിക്കാനുള്ള ജീവിതമാണോ ആണുങ്ങളുടെ? വൈ ഷുഡ് മെൻ ടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി? Men are also victims of patriarchy. എക്സാക്ട്ലി. എന്തിനാണ് അവർ അത്രയും ഒരു പയ്യൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാരുടെ കല്യാണമാണ്. അതെ അതെ. ഒരു കുഞ്ഞു പയ്യന്റെ തലയിൽ എന്തിനാണ് അതെടുത്ത് വെച്ച് കൊടുക്കുന്നത്? Exactly. സോ feminism, as far as I understand, it's about sharing responsibility.